വിപ്ലവ പാർട്ടികളാണോ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ളതാണ് ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് കോക്രോച്ചസ് എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. എന്തുകൊണ്ടെന്നാൽ പാർട്ടികൾ പരിണാമത്തിൻ്റെ വിവിധ ദശകളിലെ അത്ഭുത ജീവികളാണ്. അവർ സർവൈവർ സ്പീഷീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഏത് പ്രതിസന്ധി വന്നാലും അതിനെ അതിജീവിക്കാനുള്ള അപാരമായ ഉൾക്കരുത്തുള്ള ജീവിയാണ് കോക്രോച്ചസ്. ആ കോക്രോച്ചസിന് മാത്രമാണ് പരിണാമത്തിൻ്റെ ദശാരൂപങ്ങളിൽ നമ്മൾ ഇന്ന് കാണുന്ന വിധം അതിജീവിച്ച് കടന്നെത്തിയവർ. അപ്പോൾ ഒരു സർവൈവർ സ്പീഷ്യസാണ് ഈ കോക്രോച്ചസ്. ഇതറിയാതെയാണ് സൂര്യകാന്ത് മിശ്ര ഈ ചെറുപ്പക്കാരെ, പ്രത്യേകിച്ച് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ, സോഷ്യൽ മീഡിയയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യരെ, വിവരാവകാശം കൊടുത്ത് നടക്കുന്നവരെ, ആക്ടിവിസ്റ്റുകളെ കോക്രോച്ചസ് എന്ന വാക്ക് ഉപയോഗിച്ചത്. സോ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് കോക്രോച്ചസ്. ദേ ആർ റിയൽ സർവൈവർ സ്പീഷ്യസ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു വിപ്ലവ പാർട്ടികളാണോ എന്ന ചോദ്യത്തിന് നമുക്ക് പൂർണ്ണമായും വിധി പറയാറായിട്ടില്ല. പക്ഷേ അപാരമായ സംഘാടന ഊർജം നിലവിൽ ഈ കോക്രോച്ചസിനുണ്ട് എന്നുള്ളതാണ്. അവർ ഭരണകൂടത്തെ ഭയപ്പെടുത്തിയിരിക്കുന്നു, ഭരണകൂടം ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ജനാധിപത്യം പാർലമെന്റിൽ സംഭവിക്കുന്ന ചോദ്യോത്തരങ്ങളിലൂടെയല്ല, തെരുവുകളിലെ അശാന്തികളിലൂടെ, തെരുവുകളിലെ പ്രതിഷേധ പ്രകടനങ്ങളിലൂടെ, തെരുവുകളിൽ ഉയരുന്ന മുദ്രാവാക്യങ്ങളിലൂടെ, സംഘാടനത്തിലൂടെ, മനുഷ്യച്ചങ്ങലിലൂടെയാണ് ജനാധിപത്യം അതിൻ്റെ പൂർണ്ണതയെ പ്രാപിക്കാൻ വേണ്ടിയുള്ള യാത്ര തുടരുന്നത്. ആ അർത്ഥത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ വരവിനെ സ്വാഗതം ചെയ്യുകയാണ്. പ്രായം കൂടി പോയി, ഇല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടിയിൽ ഒരു പക്ഷേ അവർക്കൊപ്പം ഇറങ്ങി നിന്ന് മുദ്രാവാക്യം വിളിക്കണമെന്ന് തോന്നുന്നുണ്ട്. രണ്ടു കാരണങ്ങളാലാണ്. കാരണം രൂപം കൊണ്ട് 3-ാം നാൾ രാജ്യത്തെ ഭരണകൂട പാർട്ടിയേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടാവുക, 6 ദിവസമാകുമ്പോഴേക്കും 2 കോടിയിലധികം ഫോളോവേഴ്സുമായി മുന്നോട്ട് പോവുക. ഇതിനകം തന്നെ വിവിധ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അഭിജിത് ദീപ്കയ്ക്കെതിരെ വരിക. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഭരണകൂടം ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ചെറുപ്പക്കാരെ. അഭിജിത് ദീപ്കെ ഒരു ജെൻസി ഒന്നുമല്ല, മില്ലേനിയൻ കിഡാണ്. 30 വയസ്സായി. 95-ലായിരുന്നു ജനനം. 96 വരെയാണല്ലോ മില്ലേനിയം ജനറേഷൻ. അത് കഴിഞ്ഞാണ് പിന്നീട് ജെൻസിയും ആൽഫയും ഒക്കെ വരുന്നത്. പക്ഷേ ജെൻസിക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഭാഷയിൽ, പുതുതലമുറയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഭാഷയിൽ കോക്രോച്ച് ജനതാ പാർട്ടി ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഏതു ഭരണകൂടവും സൂക്ഷിച്ചു കേൾക്കേണ്ടതാണ്. 2010-ൽ ടുണീഷ്യയിൽ ഒരു മുല്ലപ്പൂ വിപ്ലവം ഉണ്ടായി. എന്താ മുല്ലപ്പൂ വിപ്ലവം ഉണ്ടാവാനുള്ള കാര്യം? മുഹമ്മദ് ബോസിസി എന്ന് പറയുന്ന 26 വയസ്സുള്ള ഒരു ഉന്തു കച്ചവടക്കാരൻ, അയാളുടെ വണ്ടി പോലീസ് പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട തർക്കം. ഒടുവിൽ ആ മനുഷ്യൻ ആത്മാഹുതി ചെയ്തു. ആ ആത്മഹത്യയുടെ തീജ്വാലകളാണ് പിന്നീട് ടുണീഷ്യൻ നഗരത്തെ മുഴുവൻ ചുട്ടരിക്കും വിധത്തിലുള്ള വിപ്ലവ കൊടുങ്കാറ്റായി മാറിയത്. ഒടുവിൽ എന്ത് സംഭവിച്ചു? ഒടുവിൽ ടുണീഷ്യൻ ഭരണാധികാരിക്ക് നാട് വിട്ടു പോകേണ്ടി വന്നു 2010-ൽ. അത് അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അത് നേരെ ഹൊസ്നി മുബാറക്കിന് ഈജിപ്തിലേക്ക് പടർന്നു. അത് പാപ്പിറസ് വിപ്ലവമായി മാറി. ടുണീഷ്യയിലെ മുല്ലപ്പൂ വിപ്ലവം ഈജിപ്തിലെ പാപ്പിറസ് വിപ്ലവമായി മാറി. നമ്മൾ ശ്രീലങ്കയിൽ കണ്ടു ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധം. പ്രസിഡന്റിന്റെ രാജകൊട്ടാരത്തിന്റെ സ്വിമ്മിംഗ് പൂളിൽ സാധാരണ ജനത നീന്തി തുടിക്കുന്ന കാഴ്ച കണ്ടു. നേപ്പാളിൽ കണ്ടു ജൻസി പ്രതിഷേധം, പ്രക്ഷോഭം. അപ്പോൾ ജൻസി ആണെങ്കിലും പുതിയ തലമുറയാണെങ്കിലും ജനരോഷം എന്ന് പറയുന്നത് ഒരു പ്രളയം പോലെയാണ്. ജനങ്ങൾക്ക് രോഷം സംഭവിച്ചാൽ, അവർ കോപാകുലരായാൽ പിന്നെ നിങ്ങൾക്ക് ബാക്കി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പാർലമെന്റിൽ വരൂ, സമ്മതിക്കാം, ജന്തർ മന്ദിറിൽ പോകൂ, അവിടെ നിങ്ങൾ സംഘടിക്കാം എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർ തെരുവിലേക്ക് ഇറങ്ങും എന്നുള്ളതാണ്. 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ ആശയത്തെ പിന്തുണയ്ക്കുന്നത്. ഒന്ന്, രൂപം കൊണ്ട് ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ അവർ ആരെയാണോ ഭയപ്പെടുത്താൻ, അവരാരെയാണോ അസ്വസ്ഥരാക്കേണ്ടത് അവർ അസ്വസ്ഥപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പച്ച കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് കോക്രോച്ച് ജനതാ പാർട്ടി നേരിടുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഏറ്റവും ഒടുവിലത്തെ ഫോളോവേഴ്സ് നോക്കുമ്പോൾ 21 മില്യൺ കടന്നിരിക്കുന്നു നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത്. അതായത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയേക്കാൾ ഏകദേശം 3 മടങ്ങ് ഫോളോവേഴ്സ് കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ പാർട്ടി യുവമോർച്ചയുടെ നേതാവ് ഒരു കള്ളവുമായിട്ട് വന്നിരിക്കുക. എന്താ പറയുന്നത് അറിയാമോ? പുറത്തു നിന്നുള്ളവരാണ്. കോക്രോച്ച് ജനതാ പാർട്ടി പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിട്ടുള്ള പാർട്ടിയാണ്. താജീന്ദർ ബാഗ എന്ന് പറയുന്ന യുവമോർച്ചയുടെ നേതാവ് പറയുന്നു അതിൽ 49% പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിട്ടുള്ള ആളുകളാണ് പിന്തുണയ്ക്കുന്നത് എന്ന്. എന്നാൽ യഥാർത്ഥ കണക്ക് വളരെ പെട്ടെന്ന് തന്നെ അഭിജിത് ദീപ്കെ പുറത്തുവിട്ടു. ഇപ്പോൾ ഉള്ളവരിൽ 94% ഇന്ത്യക്കാരായിട്ടുള്ള ചെറുപ്പക്കാരാണ്. എന്തിനേറെ നമ്മുടെ ഈ കൊച്ചി CJP കൊച്ചിയുണ്ട്, CJP അട്ടപ്പാടിയുണ്ട്. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ 100 പേര് അവിടെ ഫോളോവേഴ്സായിട്ട് CJP അട്ടപ്പാടിയിലുണ്ട്, CJP കൊച്ചിയിലുണ്ട്, CJP തിരുവനന്തപുരമുണ്ട്, CJP കേരളമുണ്ട് എന്നുള്ളതാണ്. നമ്മളൊക്കെ എന്താ പാകിസ്ഥാൻകാരാ?
അപ്പോൾ ഈ താജീന്ദർ ബാഗ പറയുന്നത് പോലെ അത് ഒരു പാകിസ്ഥാൻ ജനറേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ഹറിയത്തിൻ്റെ ശൈലിയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവിൻ്റെ പ്രസ്ഥാനമല്ല. അതിൻ്റെ ഫോളോവേഴ്സ് പാകിസ്ഥാൻകാരുമല്ല. 94% ഇന്ത്യക്കാരാണ്, 1% അമേരിക്ക, 0.7% UK. ഇതാണ് ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിൻ്റെ രാജ്യം തിരിച്ചുള്ള കണക്ക്. അതുകൊണ്ട് പച്ചക്കള്ളം പറഞ്ഞു തുടങ്ങുന്നു ഭരണകൂടം എന്ന് പറഞ്ഞാൽ, ഭരണകൂടത്തോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഭയന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഉമ്മട്ടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ വിയോജിപ്പുകളെ വിദ്രോഹമായി കാണുന്നതിൻ്റെ പേരാണ് ഫാസിസം. അർത്ഥ ഫാസിസത്തിൽ നിന്ന് പൂർണ്ണ ഫാസിസത്തിലേക്ക് ഒരു രാജ്യം പോകുമ്പോൾ കുറച്ച് ചെറുപ്പക്കാര് കോക്രോച്ചസ് ആണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുകയാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ അഡ്രസ്സ് ചെയ്യേണ്ട, വർത്തമാനകാല തലമുറ അഡ്രസ്സ് ചെയ്യേണ്ട മുദ്രാവാക്യങ്ങളല്ലേ മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ അവരുടെ 1-2-3 പ്രധാനപ്പെട്ട ടാഗ് ലൈനുകൾ കണ്ടു. അവരെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? എ പാർട്ടി ഫോർ ദ സിസ്റ്റം ഫോർ ഗോ ടു കൗണ്ട്. വ്യവസ്ഥ മറന്നുപോയ മനുഷ്യർക്ക് വേണ്ടിയുള്ള പാർട്ടി. 5 ഡിമാൻഡുകൾ, 5 ഡിമാൻഡ്സ്. ആ ഡിമാൻഡുകൾ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, അതിൽ സീറോ സ്പോൺസറാണ് എന്നാണ്. ആരും ഇലക്ട്രൽ ബോണ്ടുമായി തീ വഴിക്ക് വരണ്ട, ഞങ്ങളെ ആരും സ്പോൺസർ ചെയ്യേണ്ട, സീറോ സ്പോൺസർ എന്നുള്ളതാണ്. ഒരാൾ പോലും ഈ പാർട്ടിയെ പിന്തുണയ്ക്കുന്നില്ല. അവിടെയും BJP ശക്തമായ ആക്ഷേപമായിട്ട് വരിക. ഇയാളെ വിളിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? അഭിജിത് ദീപ്കെ ഒരു ISI അസറ്റാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ISI അസറ്റാണ്, ഹറിയത്ത് കോൺഫറൻസിന്റെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. പാകിസ്ഥാൻകാരും ഈ ശൈലിയിൽ പ്രചോദനം ഉൾക്കൊണ്ട് അവിടുത്തെ ജനത അവിടെയും തുടങ്ങിയിട്ടുണ്ട് ഒരു കോക്രോച്ച് പാർട്ടി. കോക്രോച്ച് അവാമി പാർട്ടി എന്നാണ് പാകിസ്ഥാനിലെ പാർട്ടിയുടെ പേര്. അപ്പോൾ ഇന്ത്യയിലുള്ള കോക്രോച്ച് പാർട്ടി അഥവാ ഈ ഇന്ത്യക്കാരനായ അഭിജിത് ദീപ്കെ അമേരിക്കയിലിരുന്ന് ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തിന് ഇന്ത്യയിലാണ് ആരാധകർ ഏറെ. വീണ്ടും വരുന്നു, രാജ്യത്തിന് പുറത്തുള്ള രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ പണം വാങ്ങി പ്രവർത്തിക്കുന്ന 3 പേരല്ലേ? ധ്രുവരഥി ജർമ്മനിയിൽ താമസിക്കുന്നു, രാഷ്ട്രവിരുദ്ധ ശക്തിയുടെ ഏജന്റാണ് എന്ന് പറയുന്നു. രണ്ടാമത്തത് അർപിത് ശർമ്മ. ഇപ്പോൾ ഈ CJK പിന്തുടരുന്ന പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അർപിത് ശർമ്മ. ഓസ്ട്രേലിയയിലാണ്. ആ അർപിത് ശർമ്മയും രാഷ്ട്രവിരുദ്ധ ശക്തിയുടെ ഏജന്റാണ്. ഉമ്പട്ടൊക്കെ പറയുന്നു വിയോജിപ്പുകൾ വിദ്രോഹമായിട്ട് മാറുകയും നിങ്ങൾ എപ്പോഴാണോ പ്രതികരിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ രാജ്യദ്രോഹികളായിട്ട് മാറുകയും ചെയ്യുന്നു. രാജ്യദ്രോഹികളുടെ ചാപ്പേടിച്ചു കൊടുത്തിരിക്കുകയാണ് ധ്രുവരഥിക്ക്, അർപിത് ശർമ്മയ്ക്ക്, അഭിജിത് ദീപ്കയ്ക്ക്. ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ CJP എന്ന് പറയുന്ന പാർട്ടി ഭരണകൂടത്തെ ഭയപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു, അസ്വസ്ഥതയുണ്ടാക്കിയിരിക്കുന്നു. അതും പിറന്ന 6ാം നാൾ, ഒരാഴ്ച പോലും തികഞ്ഞിട്ടില്ല. ഇങ്ങനെ ഏത് പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അണ്ണാ ഹസാരെ മൂവ്മെന്റ് തെരുവിൽ എത്ര നാളാണ് പ്രതിഷേധം നടത്തിയത്? അതിനുശേഷമല്ലേ വലിയൊരു മാറ്റം. പക്ഷേ അണ്ണാ ഹസാരെ മൂവ്മെന്റിനെ വലതുപക്ഷ ശക്തികൾ റാഞ്ചിക്കൊണ്ടുപോയി. അതിന്റെ നെറ്റ് റിസൾട്ട് എന്ത് സംഭവിച്ചു? BJP അധികാരത്തിൽ വന്നു. അതിനെ ഏതെങ്കിലും തരത്തിൽ മതേതര കക്ഷികൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ പോയി. അണ്ണാ ഹസാരെ ക്യാമ്പയിന് ആം ആദ്മി പാർട്ടി ഉണ്ടായെങ്കിലും താൽക്കാലിക വിപ്ലവമായി തീർന്നു. നോക്കൂ, സീറോ സ്പോൺസർ പ്രധാനപ്പെട്ട അജണ്ടയാണ്. മറ്റൊന്ന് ഓൺ സ്റ്റബോൺ സ്വാം, ദൃഢം നിശ്ചയം ചെയ്ത ഒരു കൂട്ടമാണ് ഞങ്ങൾ, റിസൈലൻസ് ഉള്ള ഉൾക്കരുത്തുള്ള ഒരു വിഭാഗമാണ് ഞങ്ങൾ. ദേ കോൾഡ് us cockroaches, we made it our name. അവർ ഞങ്ങളെ പാർട്ടികൾ എന്ന് വിളിച്ചു, ഞങ്ങളത് അന്തസ്സോടെ ഞങ്ങളുടെ പേരാക്കി മാറ്റി. സീറോ സ്പോൺസർ, സെക്യുലർ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക്, ലേസി. നമ്മളെപ്പോഴും പറയില്ല, പുതിയ തലമുറയിലെ സ്ക്രോൾ ചെയ്ത് സമയം കളയുന്ന മനുഷ്യരെന്നല്ലേ. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിട്ട് പറയുന്നത് എന്താ അറിയോ? 11 മണിക്കൂർ ഒരു ദിവസം നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്നവരാണെങ്കിൽ, സോഷ്യൽ മീഡിയ ഉള്ളവരാണെങ്കിൽ, ബാത്റൂമിൽ പോകുന്ന സമയം ഒഴിച്ച് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നവരാണെങ്കിൽ, കം ഓൺ ആൻഡ് ജോയിൻ കോക്രോച്ച് ജനതാ പാർട്ടി എന്നാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ അലസരായിരിക്കുന്ന, ഇൻസ്റ്റാഗ്രാമും റീലും നോക്കിയിരിക്കുന്ന ചെറുപ്പക്കാരെ നിങ്ങൾ വെറും പാഴികളാണെന്ന് കണ്ടവർക്കുള്ള മറുപടി കൂടിയാണ്. ആ തലമുറ ഇറങ്ങി വന്ന് പറയുന്നു, ഞങ്ങൾക്ക് ഈ ഭരണകൂടത്തെ ചലിപ്പിക്കാൻ, ഭരണകൂടത്തെ മാറ്റാനുള്ള ശക്തിയുണ്ട് എന്ന് പറയുന്നു. യൂണിറ്റി, റിസൈലൻസ്, പ്രോഗ്രസ്, ടുഗദർ വി സർവൈവ് എന്നുള്ളതാണ് അവരുടെ മോട്ടോ. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ ഇതുവരെ വന്നിരിക്കുന്ന ആശയങ്ങൾ പ്രകാരം അവർ മുന്നോട്ട് വയ്ക്കുന്ന തൊഴിലിൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം വേണം. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേരത്തെ PR സുനിൽ കണക്ക് പറഞ്ഞു. ബിരുദധാരികളിൽ 40% തൊഴിലില്ലാത്ത രാജ്യമാണ് ഇന്ത്യ. 29 വയസ്സിൽ താഴെയുള്ളവരിൽ 15.3% ചെറുപ്പക്കാർക്ക് തൊഴിലില്ല. 15 വയസ്സിന് മുകളിലുള്ള 5.2% മൊത്തം നോക്കിയാൽ തൊഴിലില്ലായ്മയുള്ള നാടാണ്. ആ നാട്ടിലിരുന്നു കൊണ്ടാണ് നമ്മൾ പറയുന്നത് മൊത്തം വരുമാനത്തിൻ്റെ ഏകദേശം 58% നിയന്ത്രിക്കുന്നത് നമ്മളുടെ വരുമാനത്തിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന 10% മനുഷ്യരാണ്. 10% of the rich controls 58% of Indian resources എന്നുള്ളതാണ്. താഴെത്തട്ടിലുള്ള 50% ആകെ കിട്ടുന്നതാവട്ടെ 15% വരുമാനവും. ഇത്രയും വലിയ സാമ്പത്തിക അസമത്വമുള്ള നാട്ടിൽ BJPക്ക് ബദലായി CJP പറയുന്ന ടാഗ് ലൈനാണ്, നിങ്ങൾ ദാവോസിലേക്ക് അവധിക്കാലം ചെലവഴിക്കാൻ പോകുന്ന ഭരണകൂടങ്ങളെയല്ല, ടാക്സ് പേയേഴ്സിന്റെ പണം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്നറിയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. തൊഴിൽ ഞങ്ങളുടെ അവകാശമാണെന്ന് പറയുന്ന ഒരു തലമുറയായി CJP മാറുന്നു.
പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ റിഫോം വേണ്ടേ? 17 കുഞ്ഞുങ്ങൾ ജീവൻ നഷ്ടപ്പെടുത്തിയില്ലേ? ഈ നീറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ട്രെസ്സിൽ ഒരു തലമുറ മുഴുവൻ തകർന്നിരിക്കുകയല്ലേ? എന്നിട്ട് എന്താണ്? ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ നീറ്റ് പരീക്ഷ വീണ്ടും ഒരിക്കൽ കൂടി നടത്തുമെന്ന് ഒഴിവ് കഴിവുകൾ പറഞ്ഞു പോവുകയാണ്. ഒരു ട്രെയിനിൻ്റെ ഒരു ബോഗി തെറ്റിയപ്പോൾ ഈ രാജ്യത്തെ റെയിൽവേ മന്ത്രി രാജിവെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നീറ്റ് പരീക്ഷ കൂട്ടത്തോടെ താളം തെറ്റിയപ്പോൾ ഇപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാതിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, നീറ്റ് ചോർച്ചയിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നുള്ളതാണ് CJP പറയുന്നത്. അനുകൂലിക്കാവുന്നതല്ലേ? മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പ്രസ് ഫ്രീഡം വേണം. നേരിട്ട് അറ്റാക്ക് ചെയ്യുക പ്രധാനമന്ത്രിയെ. എന്താ പറഞ്ഞിരിക്കുന്നത് വെബ്സൈറ്റിൽ എന്നറിയാമോ? എ പ്രൈം മിനിസ്റ്റർ ഹു ഫേസസ് റിയൽ പ്രസ്. ഞങ്ങൾക്ക് വേണ്ടത് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു യഥാർത്ഥ പ്രധാനമന്ത്രിയാണ്. 12 വർഷം ഒരൊറ്റ പത്രസമ്മേളനങ്ങളും അഭിമുഖീകരിക്കാത്ത പ്രധാനമന്ത്രിയല്ല, ഉത്തരം നൽകാൻ കഴിവുള്ള നേതാവിനെയാണ് രാജ്യത്തിന് വേണ്ടതെന്ന് പറയുന്നു. അനുകൂലിക്കാവുന്നതല്ലേ? പോയിന്റ് നമ്പർ 3. പോയിന്റ് നമ്പർ 4, ജുഡീഷ്യറിയുടെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്നവരാൽ ആവണം. ഡിഗ്നിറ്റി ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ. ഭരണഘടനാപരമായി കിട്ടിയതാണ് ഞങ്ങളുടെ മഹത്വം. അവിടെ കോക്രോച്ചസ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ പൗരന്മാർ പാറ്റയല്ല, ഇത്തിൽ കണ്ണികളല്ല, തൊഴിലില്ലായ്മ ഞങ്ങളുടെ സ്വഭാവ ദൂഷ്യവുമല്ല എന്നതാണ്. നോക്കൂ, എത്ര മനോഹരമായ ആർഗ്യുമെന്റാണ്. തൊഴിലില്ലായ്മ ഒരു വ്യക്തിയുടെ സ്വഭാവ ദൂഷ്യമല്ല, അത് സിസ്റ്റം എററാണ്. അതിന് ഉത്തരവാദികളായവരെ ഞങ്ങൾ അക്കൗണ്ടബിൾ ആക്കുമെന്ന് പറയുന്നതിന് യോജിച്ചുകൂടെ? പോയിന്റ് നമ്പർ 5, സുതാര്യത ഇപ്പോൾ വേണം. സുതാര്യത. PM കെയർ ഫണ്ട് എവിടെയെന്ന് ചോദിച്ചാൽ കൈമലർത്തി കാണിക്കുന്ന ഒരു സംവിധാനമല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഉത്തരം കിട്ടും വരെ ഞങ്ങൾ തെരുവിലുണ്ടാവും എന്ന് പറയുമ്പോൾ നോക്കൂ, ഈ CJP മുന്നോട്ട് വയ്ക്കുന്നത് വർത്തമാനകാലത്തിലെ തലമുറയ്ക്ക് യോജിക്കാവുന്നതും നമ്മളിപ്പോൾ തന്നെ ഈ ഭരണകൂടത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതുമായ ആശയങ്ങളാണ്. ട്രാൻസ്പെറൻസി, സുതാര്യത, അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്വം, ഒപ്പം ജനങ്ങളുടെ തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശേഷിയുള്ള, ജനങ്ങളോട് തുറന്നു സമ്മതിക്കാൻ ശേഷിയുള്ള, ഒരു തരത്തിലും ആഡംബരങ്ങളിൽ വിശ്വസിക്കാത്ത, അഴിമതിയുടെ കറപുരളാത്ത ഒരു ഭരണ സംവിധാനത്തെ ഒരു തലമുറ ആഗ്രഹിക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. പക്ഷേ ഇതിപ്പോൾ നിലവിൽ ഒരു വിപ്ലവത്തിൻ്റെ സൂചനകളാണ് നൽകുന്നതെങ്കിലും അത് വിപ്ലവമായി മാറണമെങ്കിൽ അതിന് സംഘടന വേണം, അതിന് ഉത്തരവാദികളായിട്ടുള്ളവർ ഉണ്ടാവണം, അതിന് കൃത്യമായൊരു സ്ട്രാറ്റജി ഉണ്ടാവണം, അതിൻ്റെ പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാവണം, അതിനൊരു ഗൈഡ് ലൈൻ ഉണ്ടാവണം, ഭരണഘടന ഉണ്ടാവണം, അതിൻ്റെ ഈ പറയുന്ന ആശയങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് കൃത്യമായ രീതിയിലുള്ളൊരു പ്രത്യയശാസ്ത്ര പദ്ധതി ഉണ്ടാവണം. ഇതൊക്കെ മുന്നിലേക്ക് വന്നാൽ മാത്രമാണ് അതിനൊരു ഭൗതിക ശക്തിയെ പ്രവർത്തിക്കാൻ കഴിയുക. ആശയം പ്രാവർത്തികമാകുമ്പോഴാണ് അത് ഭൗതിക ശക്തിയായി മാറുന്നത് എന്നാണ് മാർക്സ് പറഞ്ഞിരിക്കുന്നത്. ആ അർത്ഥത്തിൽ നിലവിൽ ഒരു ആഹ്വാനം ഉണ്ടായിരിക്കുന്നു, ഒരു മികച്ച സംഘാടനം കണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ കുറേ സമാന മനസ്കരായ മനുഷ്യർ ഒത്തുചേർന്നിരിക്കുന്നു. അവർ ഒരുമിച്ച് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ കാണുന്നു. പക്ഷേ അത് ആനന്ദ് തൻ്റെ നോവലിൽ പറയുന്നത് പോലെ അതൊരു മിൽമ ബൂത്തിലെ താൽക്കാലിക വിപ്ലവമായി മാറാതിരിക്കട്ടെ. ഈ ഊർജം ഈ പുതിയ തലമുറ ഉൾക്കൊള്ളട്ടെ. അവർ കൂടുതൽ രാഷ്ട്രീയ ഉത്തരവാദിത്വമുള്ളവരായും തെരുവുകളിലിറങ്ങി മുദ്രാവാക്യം വിളിക്കാൻ ശേഷിയുള്ളവരായും ഇരിക്കട്ടെ. അലസരായ സമൂഹം ഫാസിസത്തിലേക്കുള്ള പാത വിട്ടുതെളിക്കുന്നവരാണ് ഇവർ. അങ്ങനെയല്ല. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് കോക്രോച്ചസ്, ദേ ആർ സർവൈവർ സ്പീഷ്യസ് എന്നാണ് പറയുന്നത്. ഈ കാലത്തെയും അവർ അതിജീവിക്കും. Meet the editors.